ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏജ് യങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏജ് യങ് എന്നാൽ പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടിയിരിക്കുക. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഒരു 10 വയസ്സെങ്കിലും കുറയ്ക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, 10 വയസ്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ദയവേത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഒരു വെബിനാറിൽ പങ്കെടുക്കാനും പിന്നെ അതുപോലെ ഏജ് യങ് എന്ന കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവാനും ഉള്ള അവസരം ആണിത്. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ മെഡലുകളെ കുറിച്ച് പലരും അന്വേഷിച്ചിരുന്നത്, ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പലരും അന്വേഷിച്ചിരുന്നത് എന്ത് മെഡലാണ്, എന്തിനു വേണ്ടി കിട്ടിയതാണ്, എന്ത് അവാർഡാണ് എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു മെഡൽ എന്ന് പറയുന്നത് ഈ കാണുന്ന മുംബൈ ടാറ്റ മാരത്തോൺ എന്ന മത്സരത്തിൽ എനിക്ക് കിട്ടിയ മെഡലല്ല. ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള നളിനാക്ഷൻ ചേട്ടന് കിട്ടിയിട്ടുള്ള മെഡലാണ്. അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആയത് ഞാനാണ് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഏജ് യങ് കമ്മ്യൂണിറ്റിക്ക് സമ്മാനിച്ച മെഡൽ ആണ് അത്. അപ്പോൾ അത് എനിക്കും വലിയൊരു ഇൻസ്പിറേഷനായി മാറി. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ കാണാം. അദ്ദേഹത്തിന് ഇൻസ്പിറേഷനായി എന്ന് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാം. ഞങ്ങളൊരു ഹിമാലയ യാത്ര പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ പരിശീലനം തുടങ്ങി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് വന്നു. ആ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ യാത്ര മുടങ്ങിപ്പോയി, മൊത്തം ലോക്ക്ഡൗൺ ആയി. ബാക്കി എല്ലാവരും പരിശീലനം നിർത്തി. പക്ഷേ ഈ നളിനാക്ഷൻ ചേട്ടനും ഭാര്യ അജയ എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ അതേ പ്രായക്കാരിയാണ്. അപ്പോൾ രണ്ടുപേരും അവരുടെ പരിശീലനം തുടർന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാരത്തോൺ റണ്ണേഴ്സായിട്ട് മാറി. അപ്പോൾ അതിനുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി അവർക്ക് മുംബൈ ടാറ്റ മാരത്തോണിലെ 1ാം സമ്മാനം കിട്ടി. അപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ മെഡൽ എനിക്ക് സമ്മാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഓടി. എനിക്ക് ഇത് മെഡൽ സമ്മാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര ഇൻസ്പിറേഷനായി. മാത്രമല്ല, ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുറച്ച് ദൂരെങ്കിലും ഓടണം എന്നുള്ളത്. പക്ഷേ അതിന് എല്ലാത്തിനും അതിൻ്റെതായുള്ള സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അതിന് നിമിത്തമായത് 2025 ജനുവരിയിലാണ്. അതുവരെ ഞാൻ ഓടാൻ ശ്രമിച്ചിട്ടില്ല. 1 കിലോമീറ്റർ പോലും തികച്ചും ഓടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. 2025 ജനുവരിയിൽ എൻ്റെ ഒരു സുഹൃത്ത് പാലക്കാട് റെപ്പില മാരത്തോണിൽ 5 കിലോമീറ്ററിന് രജിസ്റ്റർ ചെയ്തു. എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ സുഹൃത്തിൻ്റെ കൂടെ വെള്ളവും കൊണ്ട് ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് ആ സുഹൃത്തിൻ്റെ കൂടെ 5 കിലോമീറ്റർ നടന്നും ഓടിയും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു 5 കിലോമീറ്റർ ഞാൻ ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല, നടന്നും ഓടിയും ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില അനുഭവങ്ങൾ എനിക്ക് പുതുതായിട്ടുണ്ട്, രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ. ഞാൻ ഓടാൻ തുടങ്ങിയപ്പോൾ, അതായത് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നെ കടന്നുപോയി. ഞാൻ അത് ഏറ്റവും മുന്നിലാണ് ഞാൻ നിന്നിരുന്നത്, മുന്നിലെ റോയിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഞാൻ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിലുള്ളവർ മുഴുവൻ ഓടി എന്നെ കടന്നു പോയി എന്നുള്ളത്. മലമ്പുഴ ഡാമിൻ്റെ സൈഡിലുള്ള ഒരു കയറ്റം കയറണം. ആ കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ പലരും പുറകിലാവാൻ തുടങ്ങി. ഞാൻ നല്ല സ്പീഡിൽ മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. അപ്പോൾ എന്നെ മറികടന്നവർ പലരും എൻ്റെ പുറകിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഫലിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അട്ടപ്പാടിയിലെ മലകൾ കയറി ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് അത് ഗുണകരമായി. അതിനുശേഷം പിന്നീട് റൗണ്ട് അടിച്ച് വന്ന് വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആൾക്കാർക്ക് സ്പീഡിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. സാധാരണ ഓട്ടക്കാർക്ക് സ്പീഡിൽ ഓടി ഇറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ മലയൊക്കെ കയറി ഇറങ്ങുമ്പോൾ പലപ്പോഴും ഓടിയിട്ടാണ് ഇറങ്ങാറ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര സ്പീഡിൽ, വളരെ അനായാസം, എൻ്റെ മുട്ടുകൾക്കൊന്നും വലിയ സ്ട്രെയിനൊന്നും ഇല്ലാതെ തന്നെ വളരെ അനായാസമായിട്ട് ഓടി ഇറങ്ങാനും പറ്റി. അപ്പോഴും കുറേ പേര് എൻ്റെ പുറകിൽ ആയി. അപ്പോൾ അതൊരു കുറച്ചും കൂടി ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ 5 കിലോമീറ്റർ ഞാൻ ഫിനിഷ് ചെയ്തു. എനിക്ക് മെഡലൊന്നും കിട്ടിയില്ല, കാരണം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ പെരുമാട്ടി എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ, പാലക്കാട് ജില്ലയിൽ തന്നെ പെരുമാട്ടി എന്ന പഞ്ചായത്തിൽ 5 കിലോമീറ്റർ ഓടി അതിൽ മെഡൽ നേടി, രജിസ്റ്റർ ചെയ്ത് ഓടി മെഡൽ നേടി. അപ്പോൾ കുറച്ചും കൂടി ആത്മവിശ്വാസമായി. ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ തുടർച്ചയായിട്ട് ഞാൻ പരിശീലനം തുടങ്ങി. മിക്കവാറും എല്ലാ ദിവസവും 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 7 കിലോമീറ്റർ അങ്ങനെ ഓരോ സമയത്ത് കൂട്ടി കൊണ്ടുവന്ന് അവസാനം 10 കിലോമീറ്റർ വരെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് ഒരു മാരത്തോൺ വന്നത്. കോഴിക്കോട് IIM മാരത്തോണിൽ പങ്കെടുത്തു. 2025 ഫെബ്രുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. IIM മാരത്തോണിൽ പങ്കെടുത്തു. 10 കിലോമീറ്റർ നല്ല മികച്ച സ്പീഡോടുകൂടി തന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. മികച്ച സ്പീഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച സ്പീഡോടുകൂടി എനിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു.
പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ 20ഓളം മാരത്തോണുകളിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. എല്ലാത്തിലും ടൈംഡ് റണ്ണാണ്. ടൈംഡ് റൺ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് മെഡൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള മെഡലുകളാണ് ഈ കാണുന്നത്. നമ്മുടെ 1ാം സമ്മാനം 2ാം സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ടൈംഡ് റണ്ണിൽ അവർ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഓടി ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുള്ള മെഡലുകളാണ് ഈ കാണുന്ന മുഴുവനും. മാരത്തോൺ എന്ന് പറയാൻ കഴിയില്ല, മിക്കവാറും എല്ലാം 10 കിലോമീറ്റർ ഓട്ടമാണ്. ഒരെണ്ണം മാത്രം 14 കിലോമീറ്റർ വന്നിട്ടുണ്ട്, ബാക്കി എല്ലാം 10 കിലോമീറ്റർ ഓട്ടം തന്നെയാണ് വന്നിട്ടുള്ളത്. മാരത്തോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും 42 കിലോമീറ്ററാണ്. ഇതിന് പകുതി വരുന്നത് 21 കിലോമീറ്ററാണ് ഹാഫ് മാരത്തോൺ എന്ന് പറയുന്നത്. അതൊന്നും ഞാൻ ഓടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോഴും ഓടുന്നത് മിനി മാരത്തോൺ എന്നാണ് പല മത്സരങ്ങളിലും വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ മിനി മാരത്തോണിലാണ് ഞാൻ സമ്മാനം മെഡലുകൾ വാങ്ങിയിട്ടുള്ളത്. ഇനിയും പല മാരത്തോണിനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ഒരെണ്ണം എന്നുള്ളതായിരുന്നു എൻ്റെ കണക്ക്. അതിപ്പോൾ സീസണൊക്കെ വരുമ്പോൾ ആഴ്ചയിൽ ഒരെണ്ണം, ചിലപ്പോൾ ചില ആഴ്ചയിൽ 2 വീതമൊക്കെ ഓടിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഞായറാഴ്ചയും ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് കിട്ടിയ മെഡലാണ് ഇത്. വടക്കഞ്ചേരി മാരത്തോണിൽ കിട്ടിയിട്ടുള്ള മെഡലാണ് ഇത്. എനിക്ക് പലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു, ഹാർട്ടിൻ്റെ ഭാഗത്തൊരു പെയിൻ വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഓടാൻ തുടങ്ങിയതിന് ശേഷം ആ പെയിൻ ഇതുവരെ വന്നിട്ടേ ഇല്ല. ഹൃദയത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് നമ്മുടെ കാലുകളാണ്. ഹൃദയത്തിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് നമ്മളുടെ കാലുകളിലെ മസിൽസാണ്, കാഫ് മസിൽസ് ആണ് എന്ന് ഒരു തിയറി ഉണ്ട്. ഞാനതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു 2ാം ഹൃദയമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ശരിക്കും കാലുകൾക്ക് ബലം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഹൃദയം അത്ര ഈസി ആയിട്ട് പിടിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു, നമ്മുടെ സ്റ്റാമിന വർദ്ധിക്കുന്നു, നമ്മുടെ ഓവറോൾ ആരോഗ്യം വർദ്ധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മാരത്തോൺ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും മാരത്തോൺ റണ്ണേഴ്സ് ആവുക എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ച് ദൂരമെങ്കിലും വെറുതെ അലസമായിട്ട് നടന്നിട്ട് കാര്യമില്ല. സ്പീഡ് വാക്കോ ഓടാനോ ഒക്കെ ശ്രമിക്കുക. 1 മണിക്കൂറെങ്കിലും നമ്മുടെ വ്യായാമത്തിന് വേണ്ടിയിട്ടും ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റിവെക്കുക. അത് നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മരണം വരെ ആക്റ്റീവായിട്ട് ഇരിക്കാനുള്ള ഗുണമേ ഉണ്ടാവുള്ളൂ. ഈ അവസരത്തിൽ ഞാൻ ഒരു വ്യക്തിയെ ഓർക്കുന്നുണ്ട്. ലോകം മുഴുവനുള്ള മാരത്തോൺ റണ്ണേഴ്സിന് പ്രചോദനമായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫൗജ സിംഗ് എന്നാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം അന്തരിച്ചു. പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയും ഒരു പുസ്തകവും അദ്ദേഹത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സിനിമയുടെ പേര് ഫൗജ എന്ന് തന്നെയാണ്. ടർബൻ ടൊർണാഡോ എന്ന്, അതായത് തലപ്പാവണിഞ്ഞ ചുഴലിക്കാറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര്. ആ പുസ്തകവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സെല്ലറാണ്. അദ്ദേഹം 114ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. അന്തരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായിട്ട് മരിച്ചതല്ല, ഒരു ആക്സിഡൻറ്റിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വാഹനം സ്പീഡിൽ വന്ന അലക്ഷ്യമായി വന്നിട്ടുള്ള ഒരു വാഹനം ഇടിച്ചിട്ടാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഏജ് ചെയ്യാൻ പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക.